എല്ലാവർക്കും നമസ്കാരം. ഈ ബിസിനസ്സുകാരും കച്ചവടക്കാരുമൊക്കെ കച്ചവടം നടത്തുന്നതും ബിസിനസ് നടത്തുന്നതൊക്കെ നമ്മുടെ, അതായത് ഉപഭോക്താക്കളുടെ ഗുണത്തിനോ നേട്ടത്തിനോ നന്മയ്ക്കോ ഒന്നുമല്ല. അവർക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ ചാക്കിലാക്കാൻ വേണ്ടിയിട്ട് അവർ മനോഹരമായിട്ടുള്ള ഓഫറുകളും വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല വിശേഷണങ്ങളും അവരുടെ സാധനങ്ങൾ നല്ലതാണെന്ന് വരുത്തി തീർക്കാനുള്ള കുറേ ഡയലോഗുകളൊക്കെ അലകും. അതുപോലെ തന്നെ നമ്മളുടെ വിവരമില്ലായ്മയും അന്ധവിശ്വാസമൊക്കെ ചൂഷണം ചെയ്തിട്ട് ആണ് അവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഞാനിത് പറയാൻ കാരണം, ഈയിടെ ഒരു അക്ഷയ തൃതീയ, ബലരാമ ജയന്തി എന്ന് പറയുന്നൊരു ദിവസം വന്നിരുന്നു. അത് ജ്വല്ലറിക്കാർക്കൊക്കെ കൊയ്യാനുള്ള ഒരു ദിവസമാണ്. അതായത് അന്ധവിശ്വാസമുള്ള ജനങ്ങളെ, അന്ധവിശ്വാസികളെ അക്ഷയ തൃതീയയുടെ അന്ന് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലയിലാക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. എന്ത് ഐശ്വര്യം! നമ്മുടെ പോക്കറ്റിൽ പൈസ പോകാന്നല്ലാതെ, സ്വർണ്ണം എടുത്തിട്ടുള്ള പൈസ മുഴുവൻ കളയാന്നല്ലാതെ അതുകൊണ്ടുള്ള ഐശ്വര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പം അതിലൊക്കെ വിശ്വസിച്ചിട്ട് അവർ ഓഫർന്ന് കേട്ട് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓടിച്ചെന്ന് ഓരോന്ന് വാങ്ങിക്കില്ല. അതൊക്കെ ലാഭം കണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമിക്സ് തന്ത്രങ്ങളൊക്കെ പഠിച്ചവരാണ്, ഓരോ മനുഷ്യൻ്റെ മനഃശാസ്ത്രമൊക്കെ പഠിച്ചവരാണ് നല്ല ബിസിനസ്സുകാർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാമെങ്കിലും ചിലർ അതിൽ പെടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയായിരുന്നു. ഓക്കെ.